നീ എന്താ കരുതിയത് നടേശ? ഈ ഈഴവര് നിന്റെ കക്ഷത്തിലാണെന്ന് നീ കരുതിയോ? നീ പറയുന്നതിനനുസരിച്ച് ഈഴവര് വോട്ട് ചെയ്യുമെന്ന് നീ കരുതിയോ? നിനക്ക് തെറ്റിയില്ലേ നടേശ? നിനക്ക് തെറ്റി. നീ ഇനി ആണാണെങ്കിൽ ആണത്തൊന്നും നീ തെളിയിക്കണ്ട. നിനക്ക് വയസ്സ് 90 നീ കൂടുതൽ ആണത്വം തെളിയിക്കണ്ട. നീ തെളിയിക്കേണ്ടത് നിന്റെ തന്ത കേശവൻ തന്നെയാണോ അതോ എന്നുള്ളത് നീ തെളിയിച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോ പറഞ്ഞ വാക്കിന് അതല്ല, അതിന് കീറച്ചാക്കിന്റെ വില പോലും ഇല്ലെങ്കിൽ ഗോ ഹെഡ്, നിനക്കിഷ്ടം പോലെ പോവാം, നിനക്കിഷ്ടം പോലെ ചെയ്യാം. പക്ഷേ പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ അത് വെറും ചാക്കായി മാറരുത്. പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ ചെയ്ത് കാണിക്ക്. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്ക്. നടേശ, നീ കളിച്ചതും നീ വെല്ലുവിളിച്ചതും നീ അധിക്ഷേപിച്ചതും അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. VD സതീശനെ എങ്ങനെയൊക്കെയാണ് അധിക്ഷേപിച്ചത്? ഒരു സാമുദായിക നേതാവ്, അതും ഇത്രയും പ്രായമുള്ള, ഇത്രയും ഒരു അനുഭവ സമ്പത്തുള്ള, ഇത്രയും കാലം പൊതുമധ്യത്തിൽ പ്രവർത്തിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി സതീശനെ വ്യക്തി അധിക്ഷേപം നടത്തിയില്ലേ? സതീശനെ എന്തൊക്കെയാണ് വിളിച്ചത്? സതീശനെ വേട്ടയാടിയില്ലേ? വ്യക്തിപരമായി വേട്ടയാടിയില്ലേ? അവിടെ നിർത്തിയോ? അവിടെയും നിർത്തിയില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കാത്തൊരു മറ്റു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ RSSുമായി ചേർന്നിട്ട് വലിയ രീതിയിൽ സതീശനെ തോൽപ്പിക്കുവാനുള്ള പണിയെടുത്തിട്ടുണ്ട്. അതിൽ നടേശനുണ്ട്, പിന്നെ മുൻ ഒരു പോലീസ് DGP ആയിരുന്ന ഒരു വിദ്വാനുണ്ട്. അങ്ങനെ കുറെ പരനാറികൾ ചേർന്നിട്ട് സതീശനെ തോൽപ്പിക്കുവാനുള്ള പണി കുറെ വേണ്ട വിധം എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ സതീശൻ എന്താ പറഞ്ഞത്? സതീശൻ എന്താ ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ ഇപ്പൊ നമ്മളൊക്കെ സംസാരിക്കുന്ന അതേ ഭാഷയിലല്ലല്ലോ സതീശൻ സംസാരിച്ചത്. സതീശൻ അയാളിരിക്കുന്ന കസേരയുടെ പവിത്രതക്ക് കോട്ടം തട്ടുന്ന ഒരു വാക്ക് പോലും സതീശന്റെ വായിൽ നിന്നുണ്ടായിട്ടില്ല. അയാൾ നടേശനെ അധിക്ഷേപിച്ചില്ല, വ്യക്തിഹത്യ നടത്തിയില്ല, തേജോവധം നടത്തിയില്ല, ഒന്നും ചെയ്തില്ല. എല്ലാ ബഹുമാനങ്ങളും, അയാളുടെ പ്രായത്തെ മാനിച്ചുകൊണ്ടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ, പക്ഷേ അയാളുടെ നാവ് അത് വിഷത്തിൻ്റെ നാവാണ്, വിഷം തുപ്പുന്ന നാവാണ് എന്നുള്ളത് പറഞ്ഞു വെച്ചു. വർഗീയതക്കെതിരായ കടുത്ത നിലപാട് അതാണ് സതീശൻ സ്വീകരിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വിഷജന്തുവിനെ, വിഷസർപ്പത്തെ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ